അപ്പോൾ ഞാനിന്ന് ലുലുമാളിൽ പോയിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കയറിയാൽ രാത്രിയാണോ പകലാണോ എന്ന് പോലും അറിയില്ല. ഒപ്പം ടൈം പോകുന്നതും അറിയേയില്ല. നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും. എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. വിശന്നപ്പോൾ ജ്യൂസ് വാങ്ങി കുടിച്ചു. ക്രിസ്മസിന്റെ വരവറിയിച്ച് വൈനും ക്രിസ്മസ് കേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡോൾനട്ടുകൾ, ഹൽവകൾ, കേക്കുകൾ, ലഡു, ജിലേബി, പിന്നെ നൊസ്റ്റാൾജിയ തോന്നിപ്പിക്കുന്ന നാരങ്ങ മിഠായി, ജീരക മിഠായി, ഇഞ്ചി മിഠായി, പലതരം പേടകള്, ഐസ്ക്രീം, അമ്പമ്പോ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ. ക്രിസ്മസ് ട്രീ ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു. അവിടെ കുറെ പാറക്കഷ്ണങ്ങൾ പോലെ എന്തോ അടുക്കി വെച്ചിരിക്കുന്നു. ഞാൻ കരുതിയത് പാറക്കല്ലുകളാണെന്ന്. പിന്നെയാണ് അറിഞ്ഞത് അത് മൈദ വെച്ച് ബേക്ക് ചെയ്ത എന്തോ പലഹാരമാണ്. പറ്റുന്നവരൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കും കേട്ടോ. ചിലതിനൊക്കെ നല്ല ഓഫറുകൾ ഉണ്ടായിരുന്നു. ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. കാരണം കാശ് തന്നെയാണ് പ്രശ്നം. കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറികളും വാങ്ങി. ഓ, ഒരു കാര്യം വിട്ടുപോയി. പുൽക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ. യേശുവിന്റെ പ്രതിമ, സാന്റാക്ലോസ്, പിന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ നല്ല റേറ്റിംഗിൽ കുറവുണ്ടായിരുന്നു. കുട്ടികൾ എന്നെ ചോക്ലേറ്റ് സെക്ഷനിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്നും അവരെ ഓട്ടിച്ചുകൊണ്ടുപോയി. അങ്ങനെയല്ല കേട്ടോ. കുട്ടികൾ പറയുന്ന എല്ലാ ചോക്ലേറ്റും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും 1-2 മിഠായികൾ ഞാൻ വാങ്ങിക്കൊടുത്തു. തിരുവനന്തപുരത്തെ ലുലുമാളിൽ വരാത്തവരെ ആരും തന്നെ കാണില്ല, പ്രത്യേകിച്ച് ഓഫറുള്ള ടൈമില്. ഇവിടെ 365 ദിവസവും നല്ല തിരക്കാണ്. തിരിച്ച് ഞങ്ങൾ ഓട്ടോയിലാണ് വീട്ടിലോട്ട് വന്നത്. നല്ല മഴയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.